ഇന്ന് ഞങ്ങൾക്ക് ഓഫുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഞാനും ആശയം വിചാരിച്ചു പുറത്ത് പോയി എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിക്കാമെന്ന്. ഞങ്ങൾക്ക് കുറച്ച് ക്രേവിങ്സൊക്കെ ഉണ്ടായിരുന്നു. അൽബേക്കായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഞങ്ങളിവിടെ അടുത്ത് കാരിഫോർ എന്ന് പറയുന്നൊരു മാളുണ്ട്. കാരിഫോറിൻ്റെ തൊട്ടടുത്തായിട്ട് അൽബേക്ക് കിട്ടും. അപ്പോൾ അൽബേക്ക് ലക്ഷ്യം വെച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിങ്. അൽബേക്കിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് സൗദിയിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നതെന്ന്. കാരണം UAE അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഞാനിത് കേട്ടിട്ടില്ല. നമുക്കിടെ KFC പോലത്തെ ചിക്കൻ റോസ്റ്റുകൾ കിട്ടുമെങ്കിലും അൽബേക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത് നമ്മുടെ സൗദിയിൽ മാത്രം കിട്ടുന്നൊരു സാധനമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓർഡർ ഇട്ടിരുന്നത് അൽബേക്കിൻ്റെ ഒരു ചിക്കൻ റോസ്റ്റും ചിക്കൻ നഗറ്റ്സുമാണ്. അങ്ങനെ അവസാനം സാധനം കൈ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തകർത്താക്കണം, അതാണ് ലക്ഷ്യം. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് അൽബേക്ക് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഞാനിപ്പം അൽബേക്ക് കഴിക്കുന്നത്. പിന്നെ അൽബേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒന്ന് കാരിഫോറിൽ ഒന്ന് കയറി കുറച്ച് ഗ്രോസറി ഷോപ്പിങ്സ് നടത്താമെന്ന്. അങ്ങനെ ഇത് കാരിഫോറിൻ്റെ ഉള്ളിലാണ്. ഞാൻ മിക്കപ്പോഴും തന്നെ കാരിഫോറിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. മിലൻ ഉണ്ടായിരുന്ന സമയത്ത് മിക്കപ്പോഴും തന്നെ വരുമായിരുന്നു. കാരണം അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിലനെ എവിടെയെങ്കിലുമൊക്കെ ഓഫുള്ള ദിവസം ഔട്ടിങ്ങിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ചൂസ് ചെയ്തൊരു സ്ഥലമാണ് കാരിഫോർ. അതാണെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് നിയറാണ്, പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പം അങ്ങനെ എപ്പോഴും പോകാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. ഈ പാർക്കിൽ അത്യാവശ്യം കളിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ മിലനെ എപ്പോഴും കൊണ്ടുവരുമായിരുന്നു. ഇതിനകത്ത് തന്നെ നമുക്കൊരു ചെറിയ ഫുഡ് കോർട്ടും വരുന്നുണ്ട്. അതിനകത്ത് KFC ഒക്കെ വേണമെങ്കിൽ കിട്ടും. ഇതിന് മുന്നേ ഞാൻ അവിടുന്ന് KFC വാങ്ങിച്ച ഫുഡ് കോർട്ടിലിരുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാനും മിലനും അമ്മയും ആശയതാനോട് കൂടി പോയ സമയത്ത്. പിന്നെ ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ വേറെ ഷോപ്പിംഗ് ചെയ്യാനുള്ള കടകളുണ്ട്. ടോയ്സിൻ്റെ കട. ഈ ടോയ്സിൻ്റെ കട, ഇപ്പോൾ കാണുന്ന ടോയ്സിൻ്റെ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ മിലന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിലന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പുറത്തൊക്കെ പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തന്നെ അവനെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അവസാനം കാരിഫോറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാരിഫോറിൻ്റെ അകത്തോട്ട് കയറുന്ന എൻട്രൻസ്. അവിടെ ആദ്യം കാണുന്നത് ഇലക്ട്രോണിക് ഐറ്റംസാണ്. ഞങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആ ഏരിയയായിട്ട് ടച്ച് ചെയ്തിട്ടേ ഇല്ല. പിന്നെ കുറച്ച് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഓഫറിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഒരു ബിഗ് പർച്ചേസ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അൽബേക്ക് കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് പ്ലാൻ B ഞങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ അവിടെ അത്യാവശ്യം കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷാമ്പൂവിനായാലും സോപ്പ് പൗഡറിനായാലും അങ്ങനെ അത്യാവശ്യം കുറേയൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളെല്ലാം വാങ്ങിച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഇവിടെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും. കാരണം ഫ്രൂട്ട്സ് കൊണ്ടിടുന്ന വഴി എല്ലാവരും പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ തീരും. പിന്നെ അവർ ന്യൂ സ്റ്റോക്ക് ഇറക്കുകയോ ചെയ്യുന്നത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു.
അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്തു. ഇത് കണ്ടോ, ഇതാണെങ്കിൽ ഒരു ആടാന്ന് തോന്നുന്നു. ഇതിനെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക. അവിടെ പിന്നെ കുറേ മീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പല ടൈപ്പ് മീറ്റുകൾ കിട്ടും, അല്ലെങ്കിൽ ഓരോ പാർട്സുകൾ മാത്രമായിട്ട് കിട്ടും. ലിവർ അങ്ങനെ സെപ്പറേറ്റ്. ഇനി അവിടെ നിന്നൊന്നും ഞാൻ എടുത്തില്ല. അപ്പം ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. ആക്ച്വലി അൽബേക്ക് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു വരക്കമായിരുന്നു, അതൊരു ചെറിയ ഷോപ്പിങ്ങിൽ അവസാനിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തി കേട്ടോ.